പെരിയാർ വാലി കനാലുകളിലെ വെള്ളം വീണ്ടും കലങ്ങി മറിഞ്ഞ നിലയിൽ കനാൽ വെള്ളത്തെ ആശ്രയിക്കുന്ന ജലവിതരണ പദ്ധതികളെയും ചെളിവെള്ളം ബാധിക്കുകയാണ്. പെരിയാർ വാലി കനാലുകളിൽ ഈ മാസം ആദ്യം കനാൽ തുറന്നപ്പോൾ കലക്കവെള്ളം എത്തിയെങ്കിലും പിന്നീട് വെള്ളം തെളിഞ്ഞിരുന്നു. വേനൽക്കാലത്ത് ജലവിതരണത്തിനായി തുറക്കുമ്പോൾ കനാൽ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള അവശിഷ്ടങ്ങളും ചെളിയും ഒഴുകിയെത്തുന്നത് പതിവാണ്. ഇതിനു പുറമെ ഇത്തവണ കല്ലാർകുട്ടി അണക്കെട്ട് ശുചീകരണത്തിനായി തുറന്നപ്പോൾ ഭൂതത്താൻകെട്ട് ബാരേജിൽ അടിഞ്ഞ ചെളിയും കൂടിയായപ്പോൾ പ്രശ്നം സങ്കീർണമായി. നീരൊഴുക്ക് ശക്തിപ്പെട്ട് കനാൽ വെള്ളം തെളിഞ്ഞൊഴുകി തുടങ്ങിയ ശേഷം കഴിഞ്ഞ 3 ദിവസമായി മെയിൻ, ഹൈ ലെവൽ, ലോ ലെവൽ ബ്രാഞ്ച് കനാലുകളിലെല്ലാം കലക്കവെള്ളമാണ് ഒഴുകുന്നത്. ബാരേജിൽ വെള്ളം തെളിഞ്ഞ നിലയിൽ ാണെങ്കിലും അടിയൊഴുക്കിൽ ചെളി കനാലിലേക്ക് എത്തുന്നതാണെന്ന് പെരിയാർ വാലി അധികൃതർ നൽകുന്ന വിശദീകരണം. കനാലിനെ ആശ്രയിച്ചുള്ള ജലവിതരണ പദ്ധതികളെയും ശുദ്ധജല സ്രോതസ്സുകളെയും ചെളിവെള്ളം ബാധിക്കുകയാണ്. ആളുകൾക്ക് കുളിക്കാനും അലക്കാനും കഴിയാത്ത സ്ഥിതിയാണ്. ബാരേജിൽ അടിഞ്ഞ ചെളി ഒഴുകിത്തീരാതെ മറ്റു പോംവഴികളില്ല. പെരിയാർ വാലി കനാലുകളിൽ ജലവിതരണം തുടങ്ങി 2 ആഴ്ചയോട് അടുക്കുമ്പോഴും നഗരസഭാ പ്രദേശങ്ങളിലും കോതമംഗലം പുഴയിലും വെള്ളം എത്തിക്കുന്ന കോതമംഗലം ബ്രാഞ്ച് കനാലിൽ വെള്ളം എത്തിയിട്ടില്ല. ഇതിനാൽ രാമല്ലൂർ, മലയൻകീഴ്, അമ്പലപ്പറമ്പ്, കുത്തുകുഴി, മാരമംഗലം പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായി. തോട്ടിലും വെള്ളമെത്താത്തത് പമ്പിങ്ങിനെ ബാധിക്കുന്ന സ്ഥിതിയിലായി. ചേലാട്, മിനിപ്പടി ഭാഗത്ത് കനാലിൽ അടിഞ്ഞിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്ത് തീരാത്തതാണ് ജലവിതരണം തുടങ്ങാൻ കഴിയാത്തതെന്ന് പെരിയാർ വാലി അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.